ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ നടപടികൾ വേഗത്തിലാക്കുന്നു പോലീസ്. മുഖ്യപ്രതിയുടെ ഭാര്യ റഷീദയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതി കാസർഗോഡ് സ്വദേശി നജീബിനായി അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. വടക്കേക്കര സ്വദേശിയായ അവയവദാതാവിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. നിതിൻ സേവ്യറുണ്ട് വിവരങ്ങൾ നൽകാൻ. നിതിനി, നെടുമ്പാശ്ശേരി വഴിയുള്ള ഈ അവയവ കടത്ത്, ഇറാനിലേക്കൊക്കെ ആളുകളെ കൊണ്ടുപോയിട്ടുള്ള അവയവ കൊള്ള, ആ ഒരു വാർത്തയൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഇത്തരത്തിലുള്ള അവയവ കടത്തിന്റെ തട്ടിപ്പ് സംഘം നമ്മുടെ ചുറ്റുമുണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ വലിയൊരു ഞെട്ടലാണ് തോന്നിയത്. എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു പ്രവർത്തനം? ഇവരുടെ ആ ഒരു മുഖ്യ പ്രതിയായുള്ള കിങ് പിൻ, അയാളിലേക്ക് എത്താനുള്ള അന്വേഷണം എവിടെ വരെ എത്തി? ഷിഹാസ്, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിൽ നിന്നും പുറത്തു വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ പോലീസ് അവസാനമായി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് മുഖ്യപ്രതിയുടെ ഭാര്യയാണ്. മുഖ്യപ്രതിയുടെ ഭാര്യ റഷീദയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. നജീബിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നിലവിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇയാൾ താമസിച്ചിരുന്ന അമ്പലമേടക്കം പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് വടക്കേക്കര സ്വദേശിയായ അവയവദാതാവിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വടക്കേക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അയാളെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതിൽ കുന്നത്താട് പോലീസ് നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അറസ്റ്റിലായ റഷീദ ഒരു കേസിൽ 4ാം പ്രതിയും മറ്റൊരു കേസിൽ 3ാം പ്രതിയുമാണ്. സാധാരണ അവയവദാനത്തിനുള്ള പേപ്പറുകളെല്ലാം പൂർത്തിയാകണമെങ്കിൽ ഡോക്ടറിന്റെയും പോലീസിന്റെയും അടക്കം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകളെല്ലാം ലഭിക്കണം. എന്നാൽ മാത്രമേ അവയവദാനത്തിനുള്ള അനുമതി പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ. പക്ഷേ ഈ കടമ്പളൊക്കെ കടക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യാജരേഖകൾ ഇവർ ചമച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ 2 സ്ഥാപനങ്ങളിൽ പോലീസ് പരിശോധന നടത്തുകയും അവിടെ നിന്ന് 3 പേരെ പിടികൂടുകയും ചെയ്തിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിപ്പിക്കുന്ന രേഖകൾ, അതായത് ജനപ്രതിനിധികളുടെയും എംപിമാരുടെയും MLA-മാരുടെയും അടക്കം പേരുകളിൽ ഇവർ വ്യാജരേഖകൾ, സാക്ഷ്യപത്രങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നുവെന്നത് കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഒപ്പും സീലും അടക്കമുള്ള ലെറ്റർ പാഡുകളും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഇത്തരത്തിൽ നിരവധി അവയവദാന പ്രക്രിയകൾ ഇവർ നടത്തിയിട്ടുണ്ട് വ്യാജമായി എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 3 വർഷമായി റാക്കറ്റ് കൃത്യമായി പ്രവർത്തിക്കുന്നു. ഇതിനെ പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നത് നജീബാണ്. കാസർഗോഡ് സ്വദേശിയായ നജീബാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നജീബ് നിലവിൽ ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. കുന്നത്തനാട് പോലീസാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് ഇത്തരത്തിൽ ലെറ്റർ പാഡുകളും മറ്റും തയ്യാറാക്കി വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സൺ ക്രിയേഷൻസിനൊപ്പം തന്നെ സൈൻ ഡിജിറ്റൽ സ്റ്റുഡിയോയിലും ഇവർ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനകളിലാണ് ഇത്തരത്തിലുള്ള രേഖകൾ പിടിച്ചെടുത്തത്. എന്താണെങ്കിലും ഈ പണത്തിന്റെ ആവശ്യകത കൊണ്ട് മറ്റു മാർഗങ്ങളിലൊന്നുമില്ലാതെ സ്വന്തം അവയവം ദാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവർ അവയവം നൽകാൻ തയ്യാറാകുന്നു, സ്വീകരിക്കാനും ആളുകളുണ്ട്. ഈ സ്വീകരിക്കാനുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വലിയൊരു തുക പണമായി വാങ്ങുന്നു. എന്നിട്ട് ഈ അവയവം നൽകുന്ന വ്യക്തികൾക്ക് വളരെ തുച്ഛമായൊരു തുക നൽകുന്നു. അങ്ങനെ ഒരു മീഡിയേറ്ററായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതിനിടയിലുള്ള പേപ്പർ വർക്കുകളും മറ്റ് രേഖകളും എല്ലാം എളുപ്പത്തിൽ ഞങ്ങൾ തയ്യാറാക്കി തരാമെന്നുള്ള വാക്കാണ് ഇക്കൂട്ടർ നൽകിക്കൊണ്ടിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ വലിയൊരു അവയവ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരുന്നത്. വലിയ ലാഭം കൊയ്യുകയായിരുന്നു. നിസ്സഹായരായ പാവങ്ങളെ പറ്റിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രവർത്തനം. ഇവർ വലിയൊരു സംഘമാണെന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ആ സംഘത്തിലേക്കുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഇടുക്കിയിലേക്ക് പോവുകയാണ്. അവിടെ നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജിയുടെ പിതാവിന്റെ തിരോധാനത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടാകുന്നത്. പുരയിടം കുഴിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥിയുടെ അവശിഷ്ടം മാത്യുവിൻ്റേതെന്ന് തന്നെ ഉറപ്പിക്കുന്നു പോലീസ്. 2018 സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. സജിയുടെ സഹോദരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ കേസ് പുനരന്വേഷിക്കുന്നത്.